ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചൂടുകൾ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സിനിമകളിൽ നന്മകളാക്കാൻ ദോഷമില്ലാതെ കാരണമാകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളും സമയങ്ങളൊക്കെ മനുഷ്യർക്ക് നിർണയിച്ചു തന്നത് മനുഷ്യൻ അവൻ്റെ മടക്കത്തെ കുറിച്ച് ഓർക്കാനും അതിലേക്ക് തയ്യാറാകാനും. നമ്മളോരോ സമയത്തും നമ്മുടെ വാച്ചിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മടങ്ങാനായോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കാറ്. രാത്രിയായി 9 മണി കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വാച്ച് നോക്കിയിട്ട് പറയും നമുക്ക് മടങ്ങാനായി, വീട്ടിൽ പോകാനായി എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ്. സത്യത്തിൽ മാസങ്ങളൊക്കെ ഇതേപോലെ മനുഷ്യനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ളത്. ഓരോ വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങൾ കഴിയുന്നത് സത്യത്തിൽ അല്ലാഹുവിലേക്ക് ഞാൻ ഒതുങ്ങി തയ്യാറായി എന്ന് പരിശോധിക്കാനാണ്. ഇതേപോലെ നമ്മുടെ 2024 കഴിഞ്ഞു, 2025 കഴിഞ്ഞു, മറ്റൊരു ഭാഗത്ത് റമദാൻ കഴിഞ്ഞു, അടുത്ത റമദാൻ എത്താനായി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്നൊരു ദുആ തുടങ്ങി. റജബും ശഅബാനും കഴിഞ്ഞു. ഇനി അടുത്ത റമദാൻ എത്തുന്നത് വിദൂരമായ കാര്യമല്ല. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സ്പീഡാണല്ലോ, എത്ര പെട്ടെന്നാണല്ലോ ആയത്. ഒരു ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞിട്ടിപ്പോൾ വന്നിട്ടുണ്ടാവും. ഈ കൊല്ലാമോ അയാളത്തിനോട് കഴിഞ്ഞിട്ട് പോയതാണെന്ന് നമുക്ക് സംശയം തന്നെയാണ് ആൾക്കാരെ പറ്റി. എന്നുവെച്ചാൽ അത്രത്തോളം നമ്മൾ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അത്ര സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ നമ്മളെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കറങ്ങലുകളും നമ്മുടെ ആയുസ്സിനെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാ ദിവസം പൂർത്തിയാക്കുകയാണ്. നമ്മളാ ശ്വാസോച്ഛ്വാസം അതിങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്നുള്ളതാണ് അസൽ കാര്യം. അല്ലാതെ വേറൊന്നുമില്ല. ലക്ഷഭൂമിയിൽ എന്തൊക്കെയോ ആയി ആഹാരത്തിലേക്കൊന്നും ഒരുമിച്ചില്ലെങ്കിലോ നഷ്ടപ്പെടാൻ ഇവിടെ വലിയ പ്രതാപം, അന്തസ്, പേര്, പെരുമ, മഹിമ, ബഹുമാനിക്കാൻ ആള്, സിലൂട്ടടിക്കാൻ ആള് എല്ലാം ഉണ്ടാവും. പക്ഷെ അവരുടെ കുഴിയിലെ കത്തലോട് കൂടി അല്ലെങ്കിൽ മലക്കിൽ മൊത്തം കൈവക്കലോട് കൂടി പിന്നെ മനുഷ്യന്റെ കഥ കഴിഞ്ഞു. നിഷ്പ്രഭയായി അയാളെ പറ്റി ചിന്തിക്കാനോ പറയാനോ ആളില്ലാതെ. അതുകൊണ്ട് ഇതിങ്ങനെ മാറി മാറി വരുന്നത് അത് മുഅ്മിനീങ്ങൾക്ക്, മനുഷ്യർക്ക്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. രാപകലുകളുടെ മാറി മറിയലുകൾ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുകളിലും വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ രാവും പകലും മാറി മാറി വരുന്നത്. ഈ രാവും പകലും ഇങ്ങനെ മാറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ദിവസവും ആഴ്ചയും മാസവും വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആണല്ലേ? അങ്ങനെ ഓരോന്നോടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ, അതിലേക്ക് മനുഷ്യൻ നടന്നെടുത്തുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. കഴിഞ്ഞ റജബിൽ ഉണ്ടായിട്ട് എത്രയോ ആൾക്കാർ ഈ റജബിലില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എല്ലാവർക്കും ദൃഷ്ടാന്തം അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് അവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നല്ലപോലെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അവർക്ക് വേറെ കാര്യങ്ങൾ മനസ്സിലാവും. കഴിഞ്ഞ റമദാനിൽ കഴിഞ്ഞ റജബിലുള്ളവർ ഈ കൊല്ലമില്ല. എവിടേക്കാണ് ഈ മനുഷ്യന്റെ ഓട്ടം? എവിടേക്കാണ് ഈ മനുഷ്യൻ ഓടുന്നത്? ഈ രാവും പകലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു ഉപമ വിവരിക്കുന്നുണ്ട്. ഒരാൾ കൂടി സിംഹം അയാൾ ഓടിച്ചു. ഓടുന്നതിനിടയിൽ അയാൾ ചാടി ഒരു കിണറിലെത്തി. കിണറിലേക്ക് എടുത്ത് ചാടിയപ്പോൾ അയാൾ മരത്തിന്റെ കൊമ്പിൽ കയറി പിടിച്ചു. താഴെ നോക്കുമ്പോൾ അവിടെ സർപ്പം പാമ്പ്, വിഷജന്തുവായ പാമ്പ് അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ ആകെ പ്രയാസപ്പെട്ടിട്ടാണ്. മുകളിൽ സിംഹമുണ്ട്.
ഇയാൾ അതിൽ തൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. തൂങ്ങി നിൽക്കുമ്പോ കുറച്ച് മുകളിലുള്ള ആ മരത്തിന്റെ കൊമ്പിൽ നിന്ന് എന്തോ തുള്ളി ഉറ്റി വീഴുന്നുണ്ട്. അയാൾ വെറുതെ ഇങ്ങനെ അത് കൈവച്ച് നാവിലേക്ക് ആക്കി നോക്കുമ്പോൾ നല്ല തേനാണ്. ഭയങ്കര സമാധാനമായിരുന്നു. തേൻ തുള്ളി ഇങ്ങനെ നുകർന്ന് അയാളെ നിൽക്കുകയാണ് കൊമ്പിൽ പിടിച്ചിട്ട്. പിന്നെ അയാൾ വെറുതെ നോക്കുന്നുണ്ട് ആ കൊമ്പ് ഇയാൾ പിടിച്ചിരിക്കുന്ന മരത്തിന്റെ വേര് ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും വന്ന് കാർന്നു തിന്നുന്നത്. പക്ഷെ അയാൾ ഇപ്പോഴും ഈ എലി കാരുന്നതും മുകളിലുള്ള സിംഹവും താഴെയുള്ള സർപ്പവും അതൊക്കെ അയാൾ മറന്നിട്ടുണ്ട്. എന്തിൽ ആ വീഴുന്ന ആ ചെറിയ തുള്ളി തേനി അയാൾ അതിന്റെ മധു നുകർന്ന് അതിന്റെ ഹരത്തിൽ നിൽക്കുകയാണ്. ഇതേപോലെയാണ് മനുഷ്യൻ ഭൂമിയിലെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ പിന്നിൽ മൽപ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഓനങ്ങനെ ഓടിച്ച് നടക്കുകയാണ്. അവിടേക്ക് ഇവിടേക്ക് എന്നൊക്കെ പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഖബറില് വലിയ സർപ്പം പോലുള്ള ശിക്ഷകളുടെ വകുപ്പുകൾ കാത്തു നിൽക്കുകയാണ്. ഇതിനിടയിൽ ഇങ്ങനെ ഓടാണ്. മൽപ്പിൽ മോത്തിന് ഖബറിന്റെ ഇടയിലുള്ള ഓട്ടാണ്. അതിനിടയിൽ ഇവന് കാണുന്ന ഈ ചെറിയ ചെറിയ സുഖങ്ങൾ, ഭാര്യ, ഓരോ മക്കള്, ഓരോ പൈസ, ഓരോ പതാകം, ഓരോ പ്ലാസ്റ്റിക്കിന്റെ കഷ്ണങ്ങൾ കൊടുക്കല്, കത്തില് മാലിട്ട് കൊടുക്കല്, അങ്ങനെപ്പെട്ട വലിയ സംഭവം. ഞാനൊരു വീട്ടുപോയപ്പോഴും കുറച്ചു സാധനം എന്ത് ആ പ്ലാസ്റ്റിക് മനസ്സിലായില്ല. ഒരാൾ പേരെ ഒട്ടിച്ചിട്ട് മെമന്റോ പറഞ്ഞു കൊടുക്കുന്നതല്ലേ. ഞാനതിനെ വെറുതെ വായിച്ചു എനിക്ക് മനസ്സിലായതൊക്കെ ഇയാൾ ഉണ്ടാക്കി വെച്ചതാണ്. കാരണം 200 രൂപ 300 രൂപ അയക്കാൻ കിട്ടും. എനിക്ക് മനസ്സിലായതാണ്. എനിക്ക് ചോദിച്ചാൻ പറ്റില്ലല്ലോ. അയാൾ അതിലൊരു രസം കാണാതായിരിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന പല കട്ടൗട്ടുകളും ആര് വെക്കുന്നതാണ്? ഞാൻ വെക്കുന്നത്. ഇതിനൊക്കെ ആരെ കണ്ടിട്ട് ഈ തേൻ തുള്ളിയുടെ മധുരം നിൽക്കാൻ ഈ കറുത്തേരി ആരാണ്? ഈ വെളുത്തേരി ആരാണ്? ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നത് ഇത് രാവും പകലുമാണ്. നമ്മൾ വെയിലാക്കി ഇവരിങ്ങനെ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. രാവും പകലിങ്ങനെ പോവാൻ രസക്കൊന്നും ബേജാറാവും. ബേജാറാവും. ഓരോ മാസങ്ങൾ വരുമ്പോഴും ഓരോ മാസം മാറി പറയുമ്പോഴും ബോധമുണ്ടാവും. നമുക്ക് ബോധമില്ല. നമ്മൾ ഈ തേൻ തുള്ളിയിലാണുള്ളത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഉപമയാണ്. ആ തേൻ തുള്ളിയിലാണ്. തേൻ കുടിക്കുമ്പോൾ എല്ലാം മറന്നുപോകാനുണ്ട്. തേൻ കുടിക്കുമ്പോൾ എല്ലാം മറന്നുപോകാൻ ഭാര്യ, മക്കൾ, കച്ചവടം, പ്രശസ്തി, അന്തസ്, അഭിമാനം, അതിൻ്റെതായിട്ടുണ്ടാകുന്ന സുഖം, ആൾക്കാരെ ബഹുമാനിക്കരുത്. ഇതൊക്കെ കാര്യം. വലിയ വലിയ മുതലാളിയാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ, ബ്രാൻഡ് അല്ലെങ്കിൽ അതിന്റെ ഓണർ എന്നൊക്കെ പറയുമ്പോൾ ചുരുക്കുണ്ടാവും, ഒരു രസം ഉണ്ടാവും. എന്ത് രസം കിടന്നാൽ ഒന്നും ഉണ്ടാവില്ല. എത്രയോ വലിയ വലിയ ബ്രാൻഡിന്റെ ആൾക്കാരുടെ വീട്ടിൽ കിടക്കട്ടെ. ഇന്ത്യ ഭരിച്ചവർ മൂലയിൽ കിടക്കട്ടെ. തിരിഞ്ഞോക്കാൻ ആളില്ലാതെ. ഈ തിരിഞ്ഞോക്കാൻ ആളുണ്ടായി. എന്താ കാര്യം? എല്ലാ സൗകര്യങ്ങളും തിരിഞ്ഞോക്കാൻ ആളുണ്ട്. ശങ്ങനെ കിടക്കാൻ നാട് ഭരിച്ച ഭരണാധികാരികൾ, മുന്നിലും പിന്നീടൊക്കെ എസ്കോട്ട് നടന്നവർ, അവരൊക്കെ നട്ടിട്ട് എവിടെ കിടക്കാൻ കിടന്നു മുദ്രയ്ക്കാണ്. ഈ തേന്റെ മധു ഇതാണ് ഖുർആൻ പറഞ്ഞത്. എന്നാണ് ഖുർആൻ പറഞ്ഞത്? ഇതിന്റെ വഞ്ചനയിൽ പോകരുത്. ഇത് വഞ്ചിക്കുന്ന സാധനമാണ്. വഞ്ചനയുടെ ചക്രക്കുക്കാൻ ചെറിയ ചെറിയ വസ്തുക്കളിൽ ഇതിങ്ങനെ രാവുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാലും മാറും, ശ്രദ്ധിച്ചില്ലെങ്കിൽ മാറും. കടലിൽ തിരമാലകൾ അടിക്കുന്നത് പോലെ ഇത് രാവും പകലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവും ഒരു ഇത്ര സമയമില്ലേ. നാളെ രാവിലെ ആകുമ്പോൾ ദിവസം മാറി. നാളെ രാവിലെ ആകുമ്പോൾ ദിവസം മാറി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഡിസംബർ 30 12 മണിക്ക് ഞാൻ വീട്ടിൽ കയറി വരുന്ന 11:30. ഞാനവിടെ ഇങ്ങനെ പുറത്തിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ എന്നോട് വയസ്സ് വന്നു. ഈ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ എന്താവും? കൊല്ലം മാറിയിട്ട് എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഇതുപോലെ എന്ത് കാണിച്ചിരുന്നു? 2025 കാണിച്ചു. അത് കൂടി കണ്ടിട്ട് ഉറങ്ങാറുണ്ട്. എന്നുവെച്ചാൽ അതൊക്കെ മിനിറ്റുകൾ പോവാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് കൊല്ലമൊക്കെ പോണത് നമ്മളങ്ങനെ നോക്കിയാൽ മതി. ബ്ലോക്കിലേക്ക് കുറെ 2 പുള്ളികൾ അവിടെ തെളിയിക്കും. എന്താണ് ആ പുള്ളി തെളിയുന്നതെന്ന് അറിയോ? നിങ്ങൾ ജീവിതത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകണത് ഓരോ
ഈ സെക്കൻഡ് സൂചി നിൽക്കാതെ കറങ്ങാണ്, നമുക്ക് വേണ്ടി കറങ്ങാണ്. എന്തിന്? നമ്മളെ വേഗപ്പെടുന്ന് പാക്കേജ് കൊണ്ടുപോകാൻ സെക്കൻഡ് സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുത്തുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയില്ല. നമ്മളെന്താ വെളിപ്പാടായ ആരുണ്ടാവും. ഞങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം കാര്യങ്ങൾ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് റമദാനിൽ കയറി കിട്ടുകയാണ്. അത് കുറെ ഓഫറിന്റെ പെരുമയാണ്, ഓഫറിന്റെ പെരുമയാണ്. അതിനാണ് കയറി കിട്ടിയാൽ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ചോദിക്കുന്നത്, റമദാൻ എത്തിക്കണേ. റജബിൽ ഷഅബാൻ ബർക്കത്ത് എങ്ങനെയാ? എന്താ നമ്മൾ ജമാഅത്തുൽ ബർക്കത്ത് വേണ്ടേ? ജമാഅത്തുൽ ഉസ്റയിൽ ബർക്കത്ത് വേണ്ടേ? റജബിൽ ഷഅബാനിൽ ബർക്കത്ത് ചെയ്യണേ. റമദാനിലേക്ക് എത്തിക്കുമാണ്. നമ്മളാണ് ചോദിക്കേണ്ടത്, അല്ലാഹു ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വറമദാൻ വശവ്വാൽ എന്നൊക്കെ ചോദിക്കണം. കാരണം നമുക്ക് എല്ലാത്തിലും ബർക്കത്ത് ആവശ്യമാണ്. പക്ഷെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറിയില്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് റമദാൻ ഷഅബാൻ റജബിൽ ഷഅബാനിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികളും അവസ്ഥകളൊക്കെ എളുപ്പമാക്കിക്കൊണ്ട റമദാൻ ആകുന്നത് എന്താണോ ഹിന്ദി കച്ചവടം. ചില ആളുകളുടെ റമദാനിൽ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ കാത്തുണ്ട്. പത്തക്കം വിചാരിച്ചു മണ്ടച്ചുള്ള പത്തക്കം അതുവരെ 11 മാസം ഒരു പണിയില്ല. റമദാൻ വരുമ്പോൾ നമ്മൾ പത്തക്കം കണ്ടിട്ട് എങ്ങനെയാണ് ഏതായാലും 11 പണിയില്ല, 12 മാസം പണിയില്ല. റമദാൻ ഫ്രീക്കുള്ളതാണ്. റമദാൻ ഫ്രീ ആവണമെന്ന് ഇപ്പൊ ചിന്തിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്താൽ ആവാൻ പറ്റും. അതാണ് ഈ റജബ് ശഅബാൻ ദുആയില്ല ഒന്നുമില്ലെങ്കിൽ എന്താ കാര്യമെങ്കിൽ നാളെ റമദാൻ ആൾക്കാർ തന്നതു ആൾക്കാരുടെ തന്നൊന്നുമില്ല. ആൾക്കാരേതോ അവയിൽ പോവാണ്, ഒരു കഥയില്ല. ഈ പെരുന്നാൾ നമുക്ക് മാത്രമല്ല. ഞാൻ എന്നോട് പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച ഞാൻ വരുമ്പോ ഒരാളോട് ഞാൻ വെറുതെ എവിടെ പോണേ, ഞാൻ ഉദയം പോണെന്ന്. ഇന്നിപ്പോ എന്താ ഉദയം ചോദിച്ചു. ഞാൻ പറയാം മുസ്ലിമേ പണ്ട് മുസ്ലിമേ കുറച്ചേരം ഉണ്ടാകുന്ന വെള്ളിയാഴ്ച നാളാണ് അറിയില്ല. പോവാൻ അതിനുള്ള 2 അമ്പുകളാണ് റജബും ശഅബാനും. അതുകൊണ്ട് ഞാൻ വരട്ടി നിന്നോട് ഇതാ സ്ഥലത്താനായിട്ട് പരിപാടി കൊണ്ട് ഒരുങ്ങിക്കോളിയുണ്ട്. ഇതിപ്പോ തീരും. റജബ് തീരാൻ വലിയ പണിയൊന്നുമില്ല. അവർക്ക് ശഅബാൻ വരും. അവിടെ ഇപ്പം ഒരുങ്ങണം, ഇപ്പൊ നിയത്ത് വെക്കണം, ഇപ്പൊ തയ്യാറാവണം. അതിനാണ് ബർക്കത്ത് വെക്കുന്നത്. റജബ് ശഅബാൻ ബർക്കത്ത്. റമദാൻ ഫുൾ ഫ്രീ, ഇബാദത്തിൽ മാത്രം. അതുകൊണ്ട് റമദാൻ എത്തുന്ന ആൾക്കറിയാം. റമദാന്റെ മുഖങ്ങളിൽ നിന്ന് ആൾക്കാർ കൂടുതൽ വെളിപ്പാടകല റമദാൻ ഉണ്ടാവുന്ന കൈപോയി. നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ റജബിൽ നമ്മളുണ്ട്. നമ്മളെ കൂടെ ഈ ദുആ ചെയ്ത ആൾക്കാർ ഈ കൊണ്ടില്ല മിമ്പറിൽ ദുആ ചെയ്താലില്ല. ഇൻകാനാണ് തുടങ്ങിയത്. ഇങ്ങനെ പറയാണ്. ഓരോ ഗവർണർ ശ്രദ്ധിക്കും. ഒരു നമ്മളെ പറഞ്ഞല്ലേ ഈ റമദാൻ ഉണ്ടാവും. ഈ റമദാനിന് വേണ്ടി ഒരുങ്ങിയവർ പലരും മരിച്ചു പോയിട്ടുണ്ട്. റമദാൻ ശീലിക്കാതിരിക്കണം, റമദാൻ പ്രാവശ്യം പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞ പലരും അവർക്കില്ലേ ഈ ഇരിക്കുന്ന ഞാനിങ്ങൾ ആരൊക്കെ ഉണ്ടാവുക, എന്തൊക്കെ ഉണ്ടാവുക ഒരർത്ഥമില്ല, ഒരൊറപ്പില്ല. അതുകൊണ്ട് സ്വന്തം തോന്നിയ ഈ മാസങ്ങളുടെ മറിയലുകൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ളതാണ്. നമ്മൾ അള്ളാഹിലേക്ക് അടുപ്പിക്കണം. ആരുടെ തന്നെ നമ്മൾ ചെയ്തില്ല. അവരുടെ തീർന്നു. ആൾക്കാരൊക്കെ ദുആ ചെയ്ത് രക്ഷപ്പെടുത്തുന്ന കമ്പ് വിചാരിക്കുകയാണ്. ആൾക്കാരൊക്കെ ദുആ ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്നു. സഹാബാക്കൾ അങ്ങനെ എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടി മെക്കെട്ടതായിട്ട് നമ്മൾ കാണിച്ചു. ഓരൊക്കെ പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോഴാണ് ഇത് ചെയ്തതാണ് പറഞ്ഞത്. പല സഹാബാക്കളുടെ കബറുകളിൽ പല സ്ഥലത്ത് പല സഹാബാക്കളുടെ കബറുകൾ കബറുകളെ പോകാൻ ഇതിനൊന്നും ആളുന്നില്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു വിജനമായ സ്ഥലത്താണ് അദ്ദേഹം മരിച്ചത്. വിജനമായ സ്ഥലത്ത് അദ്ദേഹം രാവിലെ കാര്യങ്ങൾ പറഞ്ഞു. ഉദാഹരണം ഫുഡൊക്കെ റെഡിയാക്കിയപ്പോ സംഘം വരുന്നുണ്ട്. സഹാബാക്കളുടെ ഒരു ജമാഅത്ത് വരും.
സഹാബാക്കളുടെ ഒരു ജമാഅത്ത് വരും. ആ ജമാഅത്ത് എന്നെ കുളിപ്പിക്കാനും എന്നെ കഫം ചെയ്യാനും എന്നെ കബറടക്കാനുണ്ടാവും. ഞാൻ ഇന്ന് അള്ളാഹുവിലേക്ക് യാത്രയാവും. അവിടെ ഈ ഭക്ഷണം റെഡിയാക്കി പറഞ്ഞു. ഭക്ഷണം റെഡിയാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഘം ഇങ്ങനെ വരുന്നുണ്ട്. അവരെ മലന്റെ മുകളിൽ വിളിച്ചു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സഹാബിയായ അബൂദറുണ്ട്. അദ്ദേഹം രോഗശീലാണ്, മരണശീലാണ്. അവര് വന്നു. അവർക്ക് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുളിപ്പിച്ചു, അദ്ദേഹത്തിനെ കബറടക്കിട്ട് പോയി. പിന്നെ ആരാണ്ട് ആരില്ല, ആ യാത്ര പോയി. ഇവർക്കൊക്കെ ദന്തനശാസ്ത്രം പഠിപ്പിച്ചുകൊടുത്തത് അവനവൻ ജീവിച്ചിരിക്കും, അവനവന് വഴിവെണ്ടാക്കാൻ. എന്താണ് ഇത്ര ഉറപ്പ് പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആരോട് പറഞ്ഞത്, ദന്തനശാസ്ത്രങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരിക്കലും ഇന്ന് പാല് കുടിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരാളുണ്ട്, അദ്ദേഹം ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് മരിക്കുക, അയാളെ ജനാദശനായിട്ട് അടുക്കുക. അന്ന് ഞങ്ങളെ കൂട്ടത്തിൽ പാല് കുടിച്ച എല്ലാവരും തെറ്റിട്ട് മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ മാത്രമേ ഞാൻ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം, മരിച്ചു കഴിഞ്ഞിട്ട് ആരോഗ്യത്തിൽ ചെയ്യുന്ന ആരും വിചാരിച്ചു നിൽക്കണ്ട. മരണത്തിന് മുമ്പായി ഒരുക്കുക. മരണത്തിന് മുമ്പായിരുന്നു. ആര് മരണത്തിന് അവനൊന്നും കണ്ടു നിന്നിട്ട് കാര്യമില്ല. അവനൊന്നും കാര്യമില്ല. പാപ്പ പല ആൾക്കാരുടെ ജനാധിപത്യത്തിന് നമ്മൾ കാണുന്നില്ല. ഒരാൾക്ക് ഒറ്റ മോനുണ്ട്, അത് വലിയ ആര്യമാണ്. വലിയ ആര്യമാണ്. നമ്മൾ നല്ല ബന്ധത്തെ നല്ല തപ്പുള്ള നല്ലൊരു മനുഷ്യര്. അദ്ദേഹത്തിന്റെ മകനുണ്ട്. അവനും മാഷാഅല്ലാഹ് അറബിക്ക് അധ്യാപകനാണ്. നല്ല പഠിച്ചിട്ടുണ്ട്. നല്ല ദീനി പ്രബോധകനാണ് അയാൾ. അങ്ങനെ അദ്ദേഹം ഒരു ദീനി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ കുഴപ്പമില്ല അദ്ദേഹം മരിച്ചു. അപ്പൊ വയസ്സായ 78 മറ്റോ വയസ്സായ അദ്ദേഹത്തിന്റെ പിതാവ് ആണ് ജനാധിപത്യത്തിൽ. ഞാനിപ്പോ സ്ഥലത്തില്ല. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നത്. ഞാൻ വന്നിങ്ങനെ കാണാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു, എന്റെ ജനാധിപത്യക്കാൻ ഒരാളെയും അവനെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അവനെ ഞാൻ പഠിപ്പിച്ചതും അതിനു വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവന് ഞാൻ ജനാധിപത്യക്കേണ്ടി വരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ കൂടി ആവശ്യമില്ല. ഈ 70 75 ഒക്കെ കഴിഞ്ഞ് ഞാൻ അവനക്ക് ജനാധിപത്യക്കേണ്ടി വരുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. ഒറ്റയ്ക്ക് മനസ്സിലാക്കാം. ഒരു വാപ്പണ്ട്, വലിയാപ്പണ്ട്, ഒഴുണ്ട് എന്നൊന്നും വിചാരിച്ചിട്ടില്ല. ആരപ്പവും അതുകൊണ്ട് ഈ മാറി മറിയലുകൾ ഇതന്നെയാണ് മാസങ്ങൾ, ഇതന്നെയാണ് ആഴ്ചകൾ, ഇതന്നെയാണ് വർഷങ്ങൾ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ ഇന്ന് മാറി ഓരോ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ. നമ്മൾ ഈ ഓട്ടങ്ങൾ ഓടിക്കൊണ്ടിരിക്കാൻ, നമ്മൾ ഉണ്ടാക്കാൻ ഓട്ടത്തിലാണ്. ഇങ്ങനെ ഉപയോഗിക്കാൻ ഒരാള് ഞാനോട് ഇത് പറയുന്നു. ഒരൊറ്റയ്ക്ക് നമ്മൾ ഇത്ര വയസ്സിൽ 85 88 വയസ്സുള്ള ആൾക്കാരെ ഞാൻ ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ കുറെ ആൾക്കാരെ കണ്ടു. കുറെ ആൾക്കാരെ കണ്ടു. ഒരു 95 92 അഭിപ്രായത്തിലുള്ളൂ. അല്ലാണ്ട് 90 കഴിഞ്ഞിട്ടുള്ള അഭിപ്രായത്തില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നടക്കണുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോ എന്താ പരിപാടി? ആദ്യം രാവിലെ ഒന്ന് പോയിട്ട് അദ്ദേഹം അവരുടെ പള്ളിയുടെ അടുത്തൊരു ഹോട്ടലിൽ അവിടെ പോയിട്ട് പൊറോട്ട അടിക്കും. ശരിക്കുള്ള ശീലാണ് ഒരു പൊറോട്ട തിന്നാ പോയിട്ട് രാവിലെ പോയിട്ട്. ചെരുപ്പൊന്നുമില്ല, ചെരുപ്പിടാതെ അങ്ങനെ പോയിട്ട് 90 ആണല്ലോ. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോൾ എടുക്കാൻ പറയും, അപ്പൊ ഇപ്പൊ പൊറോട്ട ആയിക്കൊണ്ട് ചോദിച്ചു. ഇപ്പൊ പൊറോട്ട ആയിക്കില്ല, ഞാൻ കൊണ്ടുവന്നാ ചോദിച്ചു. പൊറോട്ട ഇനിയിപ്പോ പരിപാടി വെച്ചു എന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മക്കളും എല്ലാവരും കൂടി ഞാനൊരു ചെറുപ്പക്കാരോടെ കൂടി അവർ മരിക്കുക. ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി ഒറ്റ കാര്യം എന്താ പേര് മരിക്കാതെ പോയ കാരണം. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് തിന്ന വരാതെ പറ്റില്ല. പല്ലൊക്കെ ഇതായിട്ടുണ്ട്. പിന്നെ ദഹനം പ്രശ്നമുണ്ട്. പിന്നെ ഓടാൻ പറ്റില്ല, ഓർമ്മക്കുറവുണ്ട്. പിന്നെ കുടുംബജീവിതത്തിന്റെ അവസ്ഥ മക്കളൊക്കെ ഓർക്കൊക്കെ ഭാരമായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു കുറ്റി അറിയാതെ തുറന്നിട്ട് ഇറങ്ങിപ്പോണ്ട് മുറ്റത്ത് വീണു. അപ്പൊ എന്നോട് ഇത് കഥ പറഞ്ഞു എന്നോട് പറയാം, ഞാൻ അറിയില്ല, അറിയാതെ പോയതാണ്. അപ്പൊ ഇവരൊക്കെ ഞാൻ കാത്തിട്ടാണ് അവിടെ കൂട്ടി ഇവിടെ ഓരോന്നൊക്കെ മനസ്സിലായി. ഓർമ്മക്കുറവൊന്നുമില്ല, ഓർമ്മക്കുറവുണ്ട്. പക്ഷെ പല സമയത്ത് പലതാണ്. ഇനിയിപ്പോ എന്താ പണി? മരിക്കാൻ ഒറ്റ ആലോചിച്ചു. അപ്പൊ നമ്മള് 80 വയസ്സിന്റെ അപ്പുറത്തൊന്നും ആലോചിച്ചും കാര്യമില്ല. കുടുംബം ഇന്നലെ ഞാൻ രോഗികളാണ് ഉപരികാരത്തിൽ 90 കഴിഞ്ഞിട്ട്
4 അങ്ങനെ കിടക്കുന്നു. ഓക്സിജൻ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വെച്ചു. ഞാൻ സെറാപ്പ് മണക്കണ്ട് ഞാൻ മനസ്സിലാക്കി തരണം. ഒരു മക്കള് ഇപ്പൊ എന്താണ് കൈ ഒരു സൈഡിൽ പോലെ ഇപ്പോഴൊക്കെ കാത്തിട്ടുണ്ട് എന്തിനാണ്? അപ്പൊ നമ്മളവിടെ എത്താൻ 60-70 എത്താൻ എത്ര സമയം കുട്ടിക്ക് അതെന്നെ ഫുള്ള് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് സർക്കാർ ദുനിയാവിലെ കല്യാണങ്ങള്, സർക്കാരങ്ങള്, പരിപാടികള്, ഫ്രണ്ട്ഷിപ്പ്, അത് ഇതൊക്കെ കണ്ട വ്യക്തികളോട് കുറെ കാലം കിട്ടും. ഒരാളും കിട്ടില്ല. എല്ലാവരും അവരവരുടെ ടൈം ആവുമ്പോൾ പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് റജബ്, ശഅബാൻ വരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാസം. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസത്തിലുള്ളതാണ് ഇത് റജബ്. അതുകൊണ്ട് ഈ മാസത്തിൽ അമലുകൾ ചെയ്യും, എല്ലാ മാസത്തിലും ചെയ്യും. പക്ഷെ അത് പൂർണ്ണം തൗബ ചെയ്യണം. റമദാൻ മാസം പൂർണ്ണമായിട്ട് ഫ്രീ ആവും. റമദാൻ എന്താണോ പൂർണ്ണമായിട്ട് ഫ്രീ ആയി നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയാനുള്ള വഴികൾ, അതിന്റെ അന്വേഷണങ്ങളും ലക്ഷണങ്ങളും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആണില്ല. നിങ്ങൾക്ക് തോന്നില്ല നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അത് ചെയ്യാവുന്ന വരുമ്പം തസ്ബീഹിന്റെ നൂല് പൊട്ടിയാൽ, 100 മണിയിൽ ഒരു തസ്ബീഹിന്റെ നൂല് പൊട്ടിയാൽ എന്താ സംഭവിക്കാറില്ലെങ്കിൽ ഇവിടെ പിടിച്ചിങ്ങനെ ചെയ്തു കൊടുക്കാൻ 100 പൊട്ടിയാൽ അങ്ങനെ ഉണ്ടാവും. ഫുള്ള് പരക്കുങ്ങനെ. ഇതേപോലെ ഫിത്ന വരുന്ന നബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫിത്നകളെ നിങ്ങൾ പൊട്ടി അടക്കാൻ വേണ്ടി നോക്കിയിട്ട് കാര്യമില്ല. ഖിയാമത്ത് നാളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒക്കെ ഈ ഉമ്മത്ത് നേരിടാനുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ, പെണ്ണുങ്ങൾ അങ്ങനെ, ഉലമാക്കൾ അങ്ങനെ, ഇവരിങ്ങനെ എന്നൊന്നും പറഞ്ഞ് നമ്മൾ നടന്നിട്ട് കാര്യമില്ല. ശരിയായ രീതിയിലേക്ക് നമ്മൾ ചേരാൻ ശ്രമിക്കാം. എന്നിട്ട് എല്ലാവരും നോക്കിയിട്ടും എല്ലാ ആലിമിനെയും നോക്കിയിട്ടും എല്ലാ സംഘടനകളും നോക്കിയിട്ടൊന്നും ഈ ദീനം സഞ്ചരിക്കാൻ കഴിയില്ല. നമുക്ക് ബോധ്യപ്പെട്ട ഹക്കായ ദീനിലേക്ക് നമ്മൾ വലിഞ്ഞു കയറുക. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തില്ല. അല്ലാതെ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി മേക്കട്ട് ഓടി നടന്നാൽ എന്താ ഇതിങ്ങനെ ഫിത്നകളിലേക്ക്, ഫിത്നയിൽ നിന്ന് ഫിത്നയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറെ ആൾക്കാർ അല്ലാത്ത ഓരോ ഭാഗത്തേക്ക് തെരഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മൾ ഉറച്ചു നിൽക്കുക. നമ്മൾ അള്ളാഹുവിനെ മാത്രം അടിയുറച്ചു നിൽക്കുക. അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അള്ളാഹ് ഒരാളോട് ചോദിക്കാൻ പാടില്ല. അള്ളാഹ് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹ് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹ് ഒരാൾ ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ആകാശങ്ങളിൽ, ഭൂമിയിൽ, പ്രപഞ്ചത്തിനെയും അതിന്റെ സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവരും പരിപാലിക്കുന്നവരും സംരക്ഷിക്കുന്നവരും ഉപജീവനം നൽകുന്നവരും അള്ളാഹ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ആരുമില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ നടത്തുന്ന മുഴുവൻ ആ മനസ്സിൽ നിന്ന് ഒരു ഇലകൾ വീഴെങ്കിൽ ഭൂമി പ്രപഞ്ചത്തിൽ എത്ര ഇലകൾ, എത്ര വൃക്ഷങ്ങളുണ്ട്. വൃക്ഷങ്ങളിൽ കോടിക്കണക്കിന് ഇലകളുണ്ട്. എണ്ണിയാൽ തീരാത്ത ഇലകളുള്ള ഒരില താഴേക്ക് വീണെങ്കിൽ അവന്റെ അറിവില്ലാതെ ഒരില വീഴില്ല എന്നുള്ള അവതാരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചം ആരും അതെപ്പോഴും അവന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാവരും റിസ്കോട്ടുകളാണ് അള്ളാഹുവിനും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ചെയ്യുക. ശിർക്കിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന്, കുഫറിൽ നിന്ന്, ഖുറാഫാത്തുകളിൽ നിന്നൊക്കെ മാറുക. അള്ളാഹുവിലേക്ക് തിരിയുക. അള്ളാഹുവിലേക്ക് അടുക്കുക. പഴയ അവസ്ഥകളും വരും. ഒരുപാട് ഭിന്നാഭിപ്രായങ്ങളുണ്ടാവും. ഒരുപാട് ഭിന്നാഭിപ്രായങ്ങളുണ്ടാവും. പഴയ അവസ്ഥകളുണ്ടാവും. ദജ്ജാലുകൾ, അതിന്റെ ഫിത്നകളുണ്ടാവും. ഇസ്ലാമിന് ഒരുപാട് കടന്നുകയറ്റങ്ങൾ ഉണ്ടാവും. ഉലമാക്കളുടെ ക്വാളിറ്റി നഷ്ടപ്പെടും. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, നബിസാസ്ത്രങ്ങൾ പറഞ്ഞതല്ല. ക്വാളിറ്റി ഇല്ലാത്ത മക്കൾ വരും. അതുകൊണ്ട് നിങ്ങൾ ഉലമാക്കളെ അന്വേഷിച്ച് കൂടാതെ ക്വാളിറ്റി ഉള്ള ഉലമാക്കളെ കണ്ടെത്തുക. നമ്മുടെ ശരിയായ അതിനുള്ള ബുദ്ധി വിവേകമൊക്കെ എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും. ആരെങ്കിലും പറയുമ്പോഴത്തേനും പൊട്ടത്തരത്തിന് മുന്നോട്ട് ആവശ്യം നമുക്കില്ല. വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിതങ്ങളിലേക്ക് പറയുക. ഇതൊരു വലിയ കാര്യമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഉലമാക്കൾ ദുനിയാവിന്റെ അവസ്ഥകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഉലമാക്കൾ ഉണ്ടാവും. അവസ്ഥ വരുമ്പം ചില ഉലമാക്കൾ ഉണ്ടാവും. ആകാശത്തിന്റെ താഴെ നികൃഷ്ട ജീവികൾ ഈ ഉലമാക്കളായിരിക്കും. അവരിലാണ് ഫിത്നകൾ ഉണ്ടാകുക. അവരിലേക്കാണ് ആ ഫിത്ന മടങ്ങും ചെയ്യുന്നത്.
അവരിലേക്ക് ഫിത്ന പടർന്നു. ബാക്കിയുള്ളവരെ അതും ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടവർ അവരിലേക്ക് അതിനെ തിരിച്ചു വരും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വന്തം ഈമാൻ, സ്വന്തം അമൽ, സ്വന്തം ആഖിറം അതിനെ രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കുക. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിയാം. രാത്രി കാലങ്ങളെ സജീവമാക്കുക. തഹജ്ജുദ് മുടങ്ങാതിരിക്കുക, ദുഹാ മുടക്കാതിരിക്കുക, നിസ്കരിക്കുക, ദുആ ചെയ്യുക, കരയുക. പടച്ചവനെ എന്നെ ശരിയായ വഴിയിലാക്കണേ. 5 വക്തിന് നമ്മൾ നിർബന്ധം പറയുന്നുണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പക്ഷെ ഞാനിവിടെ ചെല്ലുമ്പോഴൊന്നും ബോധമില്ല. നമ്മളങ്ങനെ ഫാത്തിഹ ചൊല്ലിട്ട് ഫാത്തിഹയിൽ എന്താ പറഞ്ഞത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പക്ഷെ നേരായ മാർഗ്ഗം കാണിച്ചു തന്നെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ എന്നെ ചേർക്കണേ പടച്ചവനെ. ഇതിനേക്കാളും വലിയ സമയത്തായിരുന്നു ദ്വാരക്കുന്നത്. നിസ്കാരത്തിലാണ് പറഞ്ഞത്. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാൻ പടച്ചവനെ വഴികളിൽ നിന്നാക്കണേ പടച്ചവനെ. പല കോലങ്ങളാണ് വരുന്നത്, പല കോലങ്ങളിൽ കരയുന്നത്. ലോകത്ത് മുസ്ലിമീങ്ങൾ പല കോലത്തിലെത്തി. മഹദിയാന്നറിയും, മഹദിന്റെ അന്യായാന്നറിയും, ഇവൻ അതാണെന്നറിയും, ഇവൻ ഇതാണെന്ന് പറയും. ഈസാനബി വരെ ആൾക്കാരെ കൊണ്ടിരുന്നു. അതിനൊക്കെ മുസ്ലിമീങ്ങളുണ്ട്, ബുദ്ധിയുള്ളവരുണ്ട്, ആലിമീങ്ങളുണ്ട്. അതിന്റെ ആൾക്കാരായിട്ട് നിൽക്കുന്ന ആലിമീങ്ങൾ അതേപോലെ മഹദിന്റെ പ്രതിഭമാണ് ഇയാള്, മഹദിന്റെ ഖലീഫയാണ് ഇയാള്. പല അവസ്ഥകൾ. ഇവർക്കൊക്കെ നിൽക്കുന്നുണ്ടാവും, ഇവർക്കൊക്കെ സ്ഥലത്തുണ്ടാവും, ഇവർക്കൊക്കെ ദീനിന്റെ കാര്യങ്ങളുണ്ടാവും. എല്ലാവരും പറഞ്ഞു കൂടാനായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു കാര്യം നല്ല പോലെ മനസ്സിലാക്കി അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇഹ്ദിനസ് സിറാത്തൽ. ഇമാം ഓതുമ്പോ ഉറക്കോതുമ്പോ ശ്രദ്ധിച്ച് നിൽക്കുക. ഇമാം ഓതുമ്പോ ശ്രദ്ധിച്ച് നിൽക്കുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിലാക്കണേ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. നീ കോപിക്കപ്പെട്ടവർ, നീ ശപിച്ചവർ, വഴിവേച്ചു പോയവർ അവരൊന്നും ഞങ്ങൾ ആക്കരുതേ എന്ന് പറയുമ്പോൾ ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നമ്മളും നിഷ്കളങ്ക ഹൃദയത്തോട് പറയാം. കൈകെട്ടി ഇവർക്ക് നേരെ നിന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കുഴപ്പമില്ല, ആമീൻ എന്നെ ആ കൂട്ടത്തിലാക്കണം. ഇത് ബോധത്തോടു കൂടി ചെയ്യേണ്ട കാലമായി. നമസ്കാരങ്ങളിൽ എപ്പോഴാണ് ദജ്ജാൽ വരിക എന്ന് ചോദിച്ചു. ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാതെ, ദജ്ജാലിനെ കുറിച്ച് കാവണം തേടാത്ത കാലം വരുമ്പം ദജ്ജാൽ വരുന്നത്. അതുകൊണ്ടാണ് അത്തഹിയ്യാത്തിൽ എന്ത് ഉൾപ്പെടുത്തി തന്നത്? വമിൻ ഫിത്നത്തിൽ മഹിയ വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഒലമാക്കൾ ഇതിന്റെ ഇത് ഉമ്മത്ത് ചെല്ലാതായാൽ അയാൾ വരാനായി അർത്ഥം. ആരാധ്യം ചെല്ലുന്നത് ശുദ്ധ നിസ്കാരം തീരെ ചെല്ലുക. മറ്റേ ഇമാമ നിന്നിരുന്നു, ആയിരം നിൽക്കട്ടെ. ശുദ്ധ നിസ്കാരത്തിൽ ചെല്ലണം. ആരാ ചെല്ലുന്നുണ്ട്? ആരാ ചെല്ലുന്നുണ്ട്? നേരല്ല. കണിശതയോടുകൂടി അല്ലാഹു കവനം ചെയ്യണം. സുബ്ഹാനല്ലാഹി അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റഫ്തു വമാ അലംതു. മുന്നേ ചെയ്തത്, പിന്നെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, വമാ അസ്റഫ്തു ഞാൻ ധിക്കാരപൂർവ്വം ചെയ്തത്, വമാ തഅലമു ബിഹി മിന്നി എന്നെന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നീ ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അതൊക്കെ കൊടുത്തല്ലേ നിസ്കാരത്തിൽ ചോദിക്കാൻ. നമുക്ക് നേരല്ല, നമുക്ക് നേരല്ല. അവിടെ എന്താ നേരം? മുബിയാവിന്റെ ചളിയിലാണ് കാലത്ത്. അവിടെ ഞങ്ങളൊക്കെ തട്ടിപ്പടിച്ച് വരാൻ. അതുകൊണ്ട് ഇല്ല സാധാരണ ഇബാദത്തുകളിലേക്ക് തിരി, അമലുകളിലേക്ക് തിരി. മനുഷ്യനോട് അല്ലാഹുവിനെ പറ്റി പറയും. അത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. മനസ്സിലായി? അല്ലാഹുവിനെ പറ്റി അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഈമാനെ ഉറപ്പിക്കണം. ഒരു നന്നായോ നന്നായില്ലേ വന്ന മന്ദിരെ വേറെ والذين جاهدوا فينا والذين جاهدوا فينا لنهدينهم سبلنا. ഖുർആൻ പറയുന്നു والذين جاهدوا فينا. നമ്മുടെ മാർഗ്ഗത്തിൽ പരിശ്രമിക്കുന്നവർ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരിശ്രമിക്കുന്ന ആൾക്കാർ, ലനഹ്ദിയന്നഹും തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കും, വഴികൾ തുറന്നു കൊടുക്കും, നിർമ്മാണം കാണിച്ചു കൊടുക്കും. ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ വഴികളിലേക്ക് അവർ മാർഗ്ഗം കാണിച്ചു കൊടുക്കും. അവിടെ പരിശ്രമം ചെയ്യണം. എല്ലാവരോടും അള്ളാഹുവിനെ പറ്റി പറയാം, ഭാര്യയോട് പറയാം, മക്കളോട് പറയാം, നാട്ടുകാരോട് പറയാം, എല്ലാവരോടും പറയാം. എന്തിനാണ്? നമുക്ക് നിൽക്കാൻ, ഉറപ്പിക്കാൻ. നമുക്ക് പിടിച്ചിക്കണമെങ്കിൽ ആയുധം മാത്രമേ, ഇല്ലെങ്കിൽ വഴി തെളിച്ചു പോകും, വഴി തിരിഞ്ഞു പോകും. അവിടെ ഈ കാര്യം നല്ലപോലെ ബോധപ്പെടുകയാണ്. ഫിത്നകളിൽ ഇനി കുറയുമെന്ന് വിചാരിച്ചാൽ നിൽക്കണ്ട. ഫിത്നകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെല്ലാവരും ഫിത്നകളിൽ പിടിച്ചു നിൽക്കാനാണ്. ഏറ്റവും വലിയ പരീക്ഷണം അതാണ്. ഏറ്റവും വലിയ പരീക്ഷണം അതാണ് ഫിത്നകൾ.
അമലുകളിൽ ധൃതി കാണിച്ചോളി. രാത്രിയുടെ ഇരുട്ടുള്ള കഷ്ണം പോലെ ഉണ്ടാവും ഫിത്ന. ഒരാൾ രാവിലെ മുമ്പിലായിരിക്കും, പ്രഭാതത്തിലായിട്ടുണ്ടാവുക, വൈകുന്നേരത്തിലായിട്ടുണ്ടാവും, വൈകുന്നേരം മുമ്പിലായിരിക്കും, ദുനിയാവിന്റെ ചില്ലി കാശിന് വേണ്ടിയിട്ട് അവനവന്റെ ദീനിനെ വിറ്റിട്ടുണ്ടാവും. ദീനിന് അങ്ങനെ പ്രശ്നമില്ല. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്, ചെറിയ ചെറിയ നേതൃത്വത്തിന്, ചെറിയ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ദീനൊരുവാക്കാൻ റെഡിയാണ്. ദുനിയാവിന്റെ ചില്ലി പൈസക്ക്, ചില്ലി സാധനത്തിന് ആ ദീനോ വിറ്റുകളി നല്ല ദീപാണ്. അതിനു മുമ്പായി അമലുകളിൽ ധൃതി കാണിച്ചു. നമ്മളും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഒരു 10 കൊല്ലം മുമ്പുള്ള പോലെ, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പുള്ള കാലാവസ്ഥ അങ്ങനെയല്ലത്. ഒരു പ്രബോധകന് ഒരു 5 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് മനസ്സിലാവുണ്ട്. 5 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല. അതേപോലെ അവസ്ഥകൾ മാറി. ഒരാൾ അവരുടെ ദീനിന്റെ കാര്യം പറഞ്ഞാൽ ആദ്യം തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് പ്രശ്നമായി. നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ ആർക്കും പ്രശ്നമില്ല. ഇതങ്ങനെ ഇതെന്താന്ന് പറഞ്ഞാൽ അവരാരും കുറ്റല്ല, ഇത് അവരുടെ തർത്തീവാണ്. ഇങ്ങനെ പുസ്താക്കി തരും. എന്നിട്ട് ഇതിന്ന് ആരാണ് ദീൻ എടുക്കുന്നത് നോക്കൂ. ഏവനാൾ വരുമ്പോ എന്റെ ദീൻ, എന്റെ ദീൻ, എന്റെ സുന്നത്ത്, എന്റെ സുന്നത്ത് അത് തീക്കണൽ പിടിക്കണമായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ദീനത്തെ ജീവിക്കാൻ കുറച്ച് എങ്ങനെ തുടങ്ങും, തുടങ്ങിയിട്ടുണ്ട്. അവിടെ ദീനിലേക്ക് ധൃതി കാണിച്ചോളി എന്നാണ് ആര് പറഞ്ഞത്? നിങ്ങൾ ധൃതി കാണിക്കും, അമലുകളിലേക്ക് നിങ്ങൾ ധൃതി കാണിച്ചോളി. അവിടെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന അമലുകളൊന്നും നാളെ ചെയ്യാൻ പറ്റുള്ളൂ നിർബന്ധമില്ല. അതുകൊണ്ട് അമലുകളിലേക്ക് ധൃതി കാണിക്കാം. കുറച്ചാൽ രാത്രി 9 മണി കഴിഞ്ഞാൽ പള്ളിയിൽ പോകണമെന്ന് നിയമം വന്നാൽ നമുക്ക് വന്നു ഒരാളെ പറ്റുള്ളൂ. സ്വപ്നത്തിന് കൂടി മുസ്ലിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ചിന്തിച്ചു പള്ളി കയറാൻ പറ്റില്ല, ചുമ്മാ പറ്റില്ല. എന്താ കാരണം? ഈ സാധനം വരൂലേ? ബന്ധിയിലെ ആത്മഹത്യ ബന്ധിച്ചിട്ട് ആർക്കും അറിയില്ല. എന്താ പറഞ്ഞത്? അവരുടെ പോണെ അവിടെ കൂട്ടിലടച്ചു. എന്തിനടച്ചു? അടച്ചോന്ന് അറിയില്ല, കിടന്നോന്ന് അറിയില്ല, ആർക്കും അറിയില്ല. ഇനി പതിനേഴ് വന്നിട്ട് അടച്ചാലും റമദാൻ എഴുതിക്കാതിരിക്കണം. ഇനി റമദാൻ ഉണ്ടാവുമെന്ന് അറിയില്ല, മൂർക്ക പിടിക്കുക. അല്ലാണ്ട് ആരും എന്തെങ്കിലും 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി മെനക്കിടാണെങ്കിൽ ഇവിടെ നിന്നോ ഒടുക്കും പോണ്ട, ഫുള്ളായിട്ട് നിൽക്കട്ടെ. നല്ലപോലെ ഒരുങ്ങാനാണ് ഇതിൽ വർഗത്തിന് വേണ്ടി വാച്ച്. ഉള്ള ആഹാരത്തിലേക്ക് എത്തിയ ഇനിയുള്ള ദിവസം അവരുടെ കൂട്ടുക. ദിവസം പോണ്ട, രാജ്യത്തിലേറ്റ ദിവസമാണ്, അത്രാമത്തെ ദിവസമാണ്. പൈസ ചെന്ന കാര്യം ആഹാരത്തിൽ കവറിലൊക്കെ പോകുന്നുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അമലുകളിലേക്ക് എത്തിയായി അമലുകളിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായ മനസ്സിലാക്കി ജീവിതത്തിന് പോകാം.